ഗൈസ് ഇന്നലെ CR7 ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ CR7ൻ്റെ വീട്ടിൽ ഒരു കള്ളൻ കയറി ഗൈസ്. അപ്പോൾ ഈ കള്ളം എന്തിനാ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ മിസ്റ്ററി ബോക്സ് ഉണ്ടല്ലോ, റോബ്ലോക്സിൻ്റെ മിസ്റ്ററി ബോക്സ്, അത് അടിച്ചു മാറ്റാനാണ് ഈ കള്ളൻ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ആ കള്ളൻ മിസ്റ്ററി ബോക്സ് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന സമയത്ത് CR7 ഉണ്ടല്ലോ, നമ്മുടെ CR7 ടക്ക് എണീറ്റു. അത് കഴിഞ്ഞിട്ട് കള്ളനെ കയ്യോടെ പൊക്കി. അത് കഴിഞ്ഞിട്ട് മാസ്ക് അയച്ച് നോക്കിയപ്പോൾ അത് ഞാനാണ്. ഞാനല്ലത് അത് വിട്, എന്തെങ്കിലും ആവട്ടെ. ഞാൻ എന്തിനാണ് CR7ൻ്റെ വീട്ടിൽ പോയി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അയാളുടെ മിസ്റ്റർ ബോക്സ് വേണമായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു മിസ്റ്റർ ബോക്സ് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഗെയിംസിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കണം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. CR7ൻ്റെ വീട്ടിൽ പോയപ്പോൾ അയാൾ പറഞ്ഞു മിസ്റ്റർ ബോക്സിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കണം പറഞ്ഞു. അപ്പോൾ എന്താണ്, നമ്മളിന്ന് അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ തപ്പി ഗൈസ്. അപ്പോൾ നമ്മളൊരു ലൈബ്രറിയിൽ പോയപ്പോൾ അവിടുന്ന് എനിക്ക് ഹിസ്റ്ററി ഓഫ് റോബ്ലോക്സിൻ്റെ ഒരു ബുക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഹിസ്റ്ററി ഓഫ് റോബ്ലോക്സ് എന്ന എല്ലാത്തിനെക്കുറിച്ചും വായിച്ച് പഠിച്ചൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം. ഈ ഗെയിമിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഗെയിം പറയുന്നത് റോക്കറ്റ് അറീന പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം വന്നിട്ട് ഉണ്ടാക്കിയത് 2006 ഗൈസ്. അപ്പോൾ ഈ 2006 വന്നിട്ട് നമ്മുടെ ഒരു ബസൂക്കി പറഞ്ഞ ഒരാളും പിന്നെ ഡേവിഡ് ബസൂക്കിയും എറിക് കാസിൽ പറഞ്ഞ ഒരാളും കൂടിയിട്ട് ഉണ്ടാക്കിയത്. അയാൾ തന്നെയായിരുന്നു റോബ്ലോക്സും ഉണ്ടാക്കിയത്. ആദ്യമൊക്കെ റോക്കറ്റ് അറീന സൂപ്പറായിരുന്നു, വമ്പൻ ഹിറ്റായിരുന്നു. പക്ഷേ ഗൈസ് ഒരു പ്രാവശ്യം റോക്കറ്റ് അറീന ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ ഒരു പുതിയ അപ്ഡേറ്റിൽ അത് പൊട്ടിപ്പോയി ഗൈസ്. പിന്നെ അത് ആർക്കും കളിക്കാൻ പറ്റാത്ത രീതിയിലായി. അത് കാരണം എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ ഒരു റീക്രിയേറ്റ് വെർഷൻ ഉണ്ടാക്കി. പക്ഷെ ആർക്കും പഴയ റോക്കറ്റ് അറീന മാതിരി ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം പിന്നെ റോബ്ലോക്സിന് ഒരു വെല്ലുവിളി കിട്ടി. അപ്പോൾ ഈ വെല്ലുവിളി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി കൺസ്ട്രക്ഷൻ പറഞ്ഞൊരു ഗെയിമും ഉണ്ടാക്കി. അങ്ങനെ റോബ്ലോക്സിലത്തെ ആൾക്കാർ അങ്ങനെ കമ്മ്യൂണിറ്റി കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വന്നിട്ട് ഓരോ ബ്ലോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൈൻക്രാഫ്റ്റ് വരുന്നതിന് മുമ്പ് എങ്ങനെ ബിൽഡിങ്സും വില്ലേജസൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തത് നമ്മുടെ റോബ്ലോക്സ് പറഞ്ഞു കൊടുത്തതല്ല, റോബ്ലോക്സിൻ്റെ അകത്ത് ഈ കമ്മ്യൂണിറ്റി കൺസ്ട്രക്ഷനാണ് അവർക്കൊരു ഐഡിയ കൊടുത്തത് മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള ഐഡിയ കൊടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി കൺസ്ട്രക്ഷന് നമ്മൾ വെറുതെ ഓർമ്മയില്ലാണ്ട് മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കൺസ്ട്രക്ഷൻ വന്നിട്ട് ബ്ലോക്സ് എല്ലാം ഉണ്ടാക്കുക, എല്ലാവർക്കും അറിയായിരിക്കും. ബ്ലോക്സ് എല്ലാം വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കാൻ കുട്ടികളുടെ ഒക്കെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാനൊക്കെ ആയിരുന്നു ഈ ഒരു ഗെയിം നല്ലപോലെ ഉപകാരപ്പെടും. പിന്നെ അതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ ഫ്യൂച്ചറും കൂടി ഉണ്ടായിരുന്നു, നമ്മൾക്ക് പെയിൻ്റൊക്കെ അടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഗെയിം ബാക്ക് കളിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തിരിച്ച് കയറിയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ അവരുടെ ബിൽഡിങ്ങും ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇതൊരു കൊളാബറേഷൻ മാതിരിയാണ് ഗൈസ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി കൺസ്ട്രക്ഷൻ പറഞ്ഞ ഗെയിമായിരുന്നു റോബ്ലോക്സിലത്തെ ആദ്യത്തെ മൾട്ടിപ്ലെയർ ഗെയിം. അപ്പോൾ അതിനൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഓക്കെ ഗൈസ്, ഇനി അടുത്ത ഗെയിം പറയുന്നത് നമ്മുടെ ഒറിക്സ് റെസ്റ്റിംഗ് പ്ലേസ് ആണ്. അപ്പോൾ ഇതൊരു വമ്പൻ ഹൊറർ ഗെയിമാണ്. ഇതിൻ്റെ അകത്ത് ഓരോ പസിലൊക്കെ നമ്മൾ തീർത്തിട്ട് പോകാമെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിൻ്റെ അകത്ത് നിന്ന് ജയിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല, നമ്മൾ ഈ ഗെയിമിൻ്റെ അകത്ത് നിന്ന് ജയിക്കണം. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ കോൺസെപ്റ്റ്. അതാണെങ്കിലും ഹൊററിലുമാണ്, ഈ ഡോർസ് പോലത്തെ ഒക്കെ ഗെയിമാണെന്നാണ് തോന്നുന്നത്. അതായിരുന്നു നമ്മുടെ റോബ്ലോക്സിലത്തെ ആദ്യത്തെ പസിൽ ഗെയിം. അതിൻ്റെ അകത്ത് വന്നിട്ട് വെറും പസിൽ മാത്രമല്ല, അതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പസിലും കൂടിയുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക, അതിനെല്ലാം നമ്മൾ ആൻസറൊക്കെ കൊടുക്കണം. പിന്നെ ഓരോ ആസിഡുകളും അതും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ വീണ് വെച്ചാൽ നമ്മളൊക്കെ ഔട്ടാവും ഗൈസ്. പിന്നെ അതിൻ്റെ അകത്ത് ഓരോ ശ്മശാനമൊക്കെ ഉണ്ട്, അതിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ രക്ഷപ്പെട്ടിട്ട് ഓടി പോകണം ഗൈസ്. അപ്പോൾ തന്നെ നമ്മൾ ജയിക്കുള്ളൂ. അപ്പോൾ അതായിരുന്നു ഒറിക്സ് റെസ്റ്റിംഗ് പ്ലേസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ആ ഒരു ഗെയിം അന്നത്തെ റോബ്ലോക്സിലത്തെ റോബ്ലോക്സ് വേൾഡിൽ തന്നെ ആദ്യത്തെ ഹൊറർ ഗെയിമും പസിൽ ഗെയിമും ആയിരുന്നു ഗൈസ്. അതിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടോ ഉള്ള പസിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയുള്ള ഗെയിംസിലൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന പസിൽ ഉണ്ട് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഡോർസ് പോലെ തന്നെയായിരുന്നു പണ്ടത്തെ മറ്റേ ഒറിക്സ് റെസ്റ്റിംഗ് പ്ലേസ് പറഞ്ഞൊരു ഗെയിം. പിന്നെ
നമ്മൾക്ക് മറ്റേ മിസ്റ്ററി ബോക്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. CR7 എങ്ങനെ കിട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. CR7 എനിക്ക് തരുന്നതാണെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ CR7 എങ്ങനെ കിട്ടുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ CR7 എങ്ങനെ കിട്ടി, പിന്നെ മിസ്റ്ററി ബോക്സിൻ്റെ എങ്ങനെ സ്പെഷ്യൽ തിങ്സ്, എങ്ങനെ ഫ്യൂച്ചർ, എങ്ങനത്തെ ഫ്യൂച്ചേഴ്സൊക്കെയാണ് ഉള്ളത്, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും see you ഗൈസ്. അപ്പോൾ പീസ് ഔട്ട് ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.